ഹായ് ആൻഡ് ഹലോ, വെൽക്കം ടു റിലീഫ് ദ മൈൻഡ്. 2025 കടന്നു പോവുകയാണ്. ഇനി 2026 എന്തൊക്കെ സംഭവിക്കാമെന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ലോകം ഒരു മരുന്നുകുറ്റിക്ക് മുകളിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ അണിയറയിൽ യുദ്ധതന്ത്രങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഭീകരമായ വർഷങ്ങളിലൊന്നായിരിക്കും 2026. ഫ്രഞ്ച് ജ്യോതിശാസ്ത്രജ്ഞനായ നോസ്ട്രഡാമസ്, അതുപോലെ ബൾഗേറിയൻ അർദ്ധസന്യാസിനി ബാബ വാങ്കെ എന്നിവരുടെ പ്രവചനങ്ങൾ ഇതിനോടകം തന്നെ ഹിറ്റാണ്. അവരുടെ പ്രവചനങ്ങൾ പ്രകാരം ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഭീകരമായ വർഷങ്ങളിൽ ഒന്നാണ് ഇനി വരാൻ പോകുന്നതെന്നാണ് പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്. ലൈക്ക് ചെയ്യണം. നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ബാബ വാങ്കെ മരണപ്പെട്ടത് 1996 1996 മരണപ്പെടുന്നതിന് മുമ്പ് ബാബ വാങ്കെ പ്രവചിച്ചിരുന്ന 85% കാര്യങ്ങൾ ആക്യുറേറ്റ് ആയിട്ട് സംഭവിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് 2025 പ്രവചനത്തിനെ പറ്റി നമുക്കൊന്ന് നോക്കാം. 2025 അദ്ദേഹം നടത്തിയ പ്രവചനത്തിലെ ഒന്നാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം. ഇനി നമുക്ക് 2026 വരാം. ഒന്നാമത്തെ പ്രവചനം, ലോകമെമ്പാടും വലിയൊരു സാമ്പത്തിക മാന്ദ്യം പിടിപ്പെടും എന്നുള്ളത് തന്നെയാണ്. അത് എന്ത് കാരണങ്ങൾ കൊണ്ടുമാവാം. യുദ്ധമായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം, വാട്ടെവർ, എന്ത് വേണമെങ്കിലും ആവാം. ബട്ട് സാമ്പത്തിക മാന്ദ്യം വലിയ രീതിയിൽ വരാൻ പോകുന്നുണ്ട്. യൂറോപ്പിനെ കുറിച്ചാണ് അദ്ദേഹം കൂടുതൽ പറയുന്നത്. യൂറോപ്പ് അതീവ ദാരിദ്ര്യത്തിലേക്ക് പോകും. ലോകം ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാൻ പോകുന്ന ഒരു വർഷമാണ് വരാൻ പോകുന്നത്, അതായത് ഈ 2026. അടുത്ത പ്രവചനം നോക്കാം നമുക്ക്. അടുത്ത പ്രവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകമെമ്പാടും സൈനിക സംഘർഷങ്ങൾ, പുതിയ സഖ്യങ്ങൾ രൂപീകരിക്കപ്പെടും. അതായത് ഒരുപാട് സൈനിക സംഘർഷങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ യൂറോപ്പ് റഷ്യ തമ്മിലുള്ള യുദ്ധം നടക്കാൻ പോകുന്നു എന്നുള്ള ഒരു തീപ്പൊരി മതി. ഇപ്പോൾ പോളണ്ടിൽ തന്നെ 40,000 സൈനികരെ അണിനിരത്തി കഴിഞ്ഞു ഇതിനോടകം തന്നെ. UK 2 ആഴ്ച മുമ്പ് അവിടുത്തെ പട്ടാള മേധാവി, അവിടുത്തെ ഭരണകൂടം, അവിടുത്തെ ജനങ്ങളോട് അതീവ സുരക്ഷയിൽ, അതായത് യുദ്ധത്തിന് തയ്യാറെടുക്കാനുള്ള മുൻകരുതൽ കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ട്. ലാറ്റിൻ അമേരിക്കയിൽ വെനസ്വലയെ കടൽ മാർഗവും ഉപരോധിച്ചുകൊണ്ട് അമേരിക്കയും, ഏഷ്യയിൽ തായ്വാനെ വളഞ്ഞുകൊണ്ട് ചൈനയും തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കുന്നുണ്ട്. ലോകം ഇന്ന്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ലോകം ഇന്നൊരു മരുന്നുകുറ്റിയുടെ മുകളിലാണ് ഇരിക്കുന്നതെന്ന്. അതായത് ഒരു ചെറിയ തീപ്പൊരി മതി അതെല്ലാം കത്തി ചാരമാവാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇറാൻ്റെ മിസൈൽ കേന്ദ്രങ്ങൾ തകർക്കാൻ ഇസ്രായേൽ രഹസ്യ പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട്. ഒരു വലിയ സൈനിക നീക്കത്തിന് അമേരിക്കയുടെ ഒരു ഗ്രീൻ സിഗ്നലിനായിട്ട് അവർ കാത്തിരിക്കുകയാണ് വീണ്ടും. ഇപ്പോൾ ബാബ വാങ്കെ രേഖപ്പെടുത്തിയ പ്രവചനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോകമെമ്പാടും സൈനിക സംഘർഷങ്ങളിൽ പുതിയ സഖ്യങ്ങൾ രൂപീകരിക്കപ്പെടാനായിട്ട് ഈ സംഭവങ്ങളൊക്കെ ഒരു കാരണമാകും. അതുപോലെ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു സംഭവമാണ് ഇന്ത്യ ചൈന വലിയ സംഘർഷങ്ങൾ നടക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ മൂന്നാമത്തെ പ്രവചനം, യൂറോപ്പ് ഒരു യുദ്ധക്കളമായി മാറും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് യൂറോപ്പ് ഒരു യുദ്ധക്കളമായി മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഇപ്പം തന്നെ നമുക്ക് വ്യക്തമാണ്, ഏറെക്കുറെ വ്യക്തമാണ്. യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ അവർ ഓൾറെഡി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ UKയും യൂറോപ്പും ഒന്നിച്ചുകൊണ്ട് റഷ്യയെ എതിർക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അവർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉക്രൈനായിട്ടുള്ള പ്രശ്നം, ഉക്രൈൻ അവസാനിച്ച് കഴിഞ്ഞാൽ ഇനി പോളണ്ടിനെ ആയിരിക്കും റഷ്യ ആക്രമിക്കുക. യൂറോപ്പിൽ കൂട്ടപലായനം നടക്കാൻ സാധ്യതയുണ്ട്. അതാണ് മൂന്നാമത്തെ പ്രവചനങ്ങളിലൊന്ന്. ഇനി നാലാമത്തെ പ്രവചനത്തിലോട്ട് വരുമ്പോൾ AI ആണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കടന്നുകയറ്റത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. AI ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യ മനുഷ്യനെ ഓവർ പവർ ചെയ്യും എന്നാണ് പറയുന്നത്. നമുക്കിപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ
അപ്ഡേഷൻ കൂടും. അതായത് ഇപ്പോൾ നമുക്ക് പണികൾ കുറവായിരിക്കും, മനുഷ്യന് പണികൾ വളരെയധികം കുറവായിരിക്കും. എല്ലാത്തിനും ആശ്രയം AI ആയിരിക്കും. ഇപ്പം നമുക്ക് കിടന്നുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ എന്തൊരു ഡൗട്ടുണ്ടെങ്കിലും AI ഉണ്ട്. നമുക്ക് വേറെ ആൾക്കാരുടെ അടുത്തേക്കൊന്നും പോകണ്ട. ഒരു ആപ്പിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കുറേ കുത്തിപ്പിടിച്ചിട്ട് വേണം നമ്മൾ ഒരു സംഭവം സെറ്റ് ചെയ്യണമെങ്കിൽ. ഇപ്പോൾ AIയുടെ കടന്നുകയറ്റത്തിൽ അതിൻ്റെ ഒരു അപ്ഡേഷൻ വരാൻ പോകുന്നത്, നമ്മൾ AIയുടെ അടുത്ത് ഇത് സംസാരിച്ചാൽ മതി, അവർ ഓട്ടോമാറ്റിക് എല്ലാം സെറ്റ് ചെയ്ത് തരും. ഇപ്പോൾ ഉദാഹരണം, ഊബറിൽ നമ്മൾ ഒരു ടാക്സി വിളിക്കണം, നമ്മൾ AIയുടെ അടുത്ത് മാത്രം പറഞ്ഞാൽ മതി, ആൾ സെറ്റ് ചെയ്ത് തരും. അതുപോലെ തന്നെ ഫുഡ് ഡെലിവറി സംഭവത്തിലും. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളിലും AIയുടെ സാങ്കേതിക വിദ്യ വളരെ രീതിയിൽ കടന്നു വരും. പിന്നെ 2026 മനുഷ്യൻ അന്യഗ്രഹ ജീവികളുമായിട്ട് കണ്ടുമുട്ടും എന്ന് പറയുന്നുണ്ട്. അത് നവംബറിലാണ് അത് നടക്കാൻ പോകുന്നതെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു അറ്റ്ലസിൻ്റെ ഒരു സംഭവം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിലായിട്ട് ചിലപ്പോൾ അന്യഗ്രഹ ജീവികളുടെ ഒരു പറക്കം തളിക പറന്നിറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ്. പിന്നെ ഇനി 6ാമത്തെ പ്രവചനം എന്ന് പറയുന്നത്, റഷ്യയിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു നേതാവ് ലോകമെങ്ങും സ്വീകരിക്കപ്പെടും. അയാൾ ലോകക്രമത്തെ നിയന്ത്രിക്കും. അതായത് 6ാമത്തെ പ്രവചനം എന്ന് പറയുന്നത്, റഷ്യയിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു നേതാവ്, അയാൾ ലോകമെങ്ങും സ്വീകരിക്കപ്പെടും. മനസ്സിലായ? അതിപ്പോൾ ഈ പുടിനല്ല, വേറൊരു നേതാവ് കടന്നു വരും എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്ന ഈ യുദ്ധം അവസാനിപ്പിക്കാനായിരിക്കും ആ ഒരു നേതാവിൻ്റെ കടന്നുകയറ്റം വരവുണ്ടാവുക. എന്തായാലും ഒരു വലിയ യുദ്ധം നമ്മുടെ കൺമുമ്പിലുണ്ട്. അത് യൂറോപ്പും റഷ്യയും തമ്മിലുള്ള ഒരു വലിയ യുദ്ധമായിരിക്കും. അത് 3ാം ലോക മഹായുദ്ധത്തിലോട്ട് പോകുമോ, അത് പോകാതെ തടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ളൊരു നേതാവ് പൊങ്ങി വരുമോ എന്നും അറിയില്ല. ചിലപ്പോൾ ഈ നേതാവ് പൊങ്ങി വരുന്നത് ഈ സമരത്തിനായിരിക്കാം. ഒരു കൂട്ടം ജനതയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പൊന്തി വരുന്ന ഒരു നേതാവായിരിക്കാം. പക്ഷേ അടുത്ത സെൻറ്റൻസിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നേതാവ് ലോകമെങ്ങും സ്വീകരിക്കപ്പെടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇയാളുടെ നിലപാടുകളും ഇയാളുടെ പ്രഖ്യാപനങ്ങളും എല്ലാം ലോകമെങ്ങും സ്വീകരിക്കപ്പെടും എന്ന് തന്നെയാണ് പറയുന്നത്. അയാൾ ലോകം നിയന്ത്രിക്കും, അയാൾ ലോകക്രമത്തെ നിയന്ത്രിക്കും എന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ ബാബ വാങ്ങെ പ്രവചിച്ച ഇത്രയും കാര്യങ്ങൾ 2026 നടക്കുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടെങ്കിലും നമ്മുടെ ഈ ഇന്നത്തെ ലോകവുമായി ഏറെ പൊരുത്തപ്പെട്ട് പോകാൻ സാധ്യതയുള്ള സംഭവങ്ങൾ തന്നെയാണ് പ്രവചിച്ചിരിക്കുന്നത്. ഇനി നോസ്ട്രഡാമസിലേക്ക് ചെല്ലുമ്പോൾ ഏറെക്കുറെ ഇതേ സെയിം കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹവും പ്രവചിച്ചിരിക്കുന്നത്. മുമ്പ് 2024 ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധം ഇസ്രായേലും ഇറാനും തമ്മിലായി തീരുമെന്ന് പ്രവചനം ഉണ്ടായിരുന്നു. അത് ബാബ വാങ്ങെ പ്രവചിച്ചിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അത് ഏറെക്കുറെ ശരിയുമായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ നേരിടാൻ തയ്യാറാവണം. ഈ AIയുടെ കടന്നുകയറ്റം വല്ലാത്തൊരു കടന്നുകയറ്റമായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മനുഷ്യനെ, ഇതിനൊരു നെഗറ്റീവ് വശം കൂടിയുണ്ട്. മനുഷ്യൻ്റെ ബുദ്ധി മരവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എല്ലാ കാര്യത്തിനും നമ്മൾ AIയെ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ഒരു ക്രിയേറ്റീവായിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മളിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സംഭവം കൂടി നമ്മൾ ഈ AIയുടെ കടന്നുകയറ്റത്തിൽ നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മടിയന്മാരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മടിയന്മാരായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെക്കൊണ്ട് ഒന്നിനും കൊള്ളാണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു സംഭവമാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ എല്ലാം നമ്മൾ AIയെ ആശ്രയിക്കുന്നത് അത്ര നല്ലതല്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഓക്കെ, നമ്മളും ക്രിയേറ്റീവായിട്ട് പല കാര്യങ്ങളും ചെയ്യണം. പിന്നെ നമ്മുടെ കാര്യങ്ങൾ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുന്നതാണ് എപ്പോഴും ഏറ്റവും കൂടുതൽ ഉത്തമം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ ആശംസകൾ. 2026 നല്ലത് സംഭവിക്കട്ടെ, നല്ലത് വരട്ടെ. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.